കടുത്ത വരൾച്ചയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വലയുകയാണ് ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിലെ ആദിവാസി കർഷകർ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടപ്പിലാക്കിയ ജലസേചന പദ്ധതി ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. 68 ലക്ഷം രൂപയുടെ പദ്ധതി 2006-ൽ നടപ്പിലാക്കി കരാറുകാർ ബില്ലുമാറിപ്പോയെങ്കിലും ഈ പദ്ധതി വഴി ഒരു തുള്ളി വെള്ളം പോലും കോളനിയിലേക്ക് എത്തിയിട്ടില്ല. എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്ത് 2003-ലാണ് ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്ന ആദിവാസി കുടുംബങ്ങളെ ഇവിടെ പുനരധിവസിപ്പിച്ചത്. 2006-ൽ 6 കിലോമീറ്റർ അകലെയുള്ള സൂര്യനെല്ലിയിൽ നിന്നും ജലസേചനത്തിനായി കോളനിയിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് പദ്ധതി നടപ്പിലാക്കി. 68 ലക്ഷം രൂപയുടെ പദ്ധതിയായിരുന്നു. ഇതിൽ 40 ലക്ഷം രൂപയുടെ ബില്ല് മാറി കരാർ കമ്പനി പോവുകയും ചെയ്തു. ഒരു തുള്ളി വെള്ളം പോലും ഇവിടേക്ക് ഇന്നുവരെ എത്തിയിട്ടില്ല. അന്ന് 68 ലക്ഷം രൂപ അനുവദിച്ചതാണ്. അതിൽ 48 ലക്ഷം രൂപ അവർ മാറി. ഈ ക്യാപിറ്റൽ സംഘടന എന്ന് പറഞ്ഞ ഒരു സർക്കാരിൻ്റെ ഏജൻസിയാണ് ആ പദ്ധതി ഏറ്റെടുത്ത് നടത്തിയത്. ആ വെള്ളം അവർ പൈപ്പ് ഇട്ടു. ഒരു കഷ്ടിച്ച് 2 ദിവസം ആ പൈപ്പിൽ കൂടെ വെള്ളം വന്നു. അത് കഴിഞ്ഞ് പിന്നെ ആ പൈപ്പിൽ കൂടെ ഇതുവരെ ഞങ്ങൾക്ക് വെള്ളം വന്നിട്ടില്ല. ആദിവാസി കുടുംബങ്ങൾ നിരവധി തവണ പരാതി പറഞ്ഞു. TRDM മീറ്റിംഗ് വിളിക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിന് കരാർ കമ്പനി എത്താറുമില്ല. പലപ്പോഴും ഞങ്ങൾ TRDMന് പോകുമ്പോൾ ഈ പദ്ധതിയുടെ കാര്യങ്ങൾ ഉന്നയിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അവർ ആ യോഗത്തിൽ വരാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ വരികയില്ല. അവരുടെ പേരിൽ അവർക്ക് ഇതുവരെ ഒരു നിയമ നടപടി എടുക്കാനോ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടുമില്ല. നിലവിൽ മറ്റൊരു കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും ഇത് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയില്ല. ജലസേചനത്തിന് മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ കാർഷിക മേഖല ആകെ കരിഞ്ഞുണങ്ങുകയാണ്. ഏലവും കാപ്പിയും കുരുമുളകും കടുത്ത വരൾച്ചയിൽ കരിഞ്ഞുണങ്ങിക്കഴിഞ്ഞു. ഇതോടെ ഇല്ലാതായത് ആദിവാസി കുടുംബങ്ങളുടെ ഏക വരുമാന മാർഗം കൂടിയാണ്. ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി പദ്ധതികളുണ്ടെങ്കിലും അത് പ്രായോഗികമായി നടപ്പിലാക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 301 കോളനിയിലെ ജലസേചന പദ്ധതി. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.